ഈ നിയമനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഈ ചരിത്രത്തിലില്ലാത്ത വിധ ശബരിമല കൊള്ള എൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് വിശ്വാസികളോടൊരു വാക്ക് പോലും പറഞ്ഞോ? എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെൻറ്റിൽ കണ്ടിട്ടില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബ്യൂറോക്രാറ്റ്സിനെ പൊതുവെ ഭരിക്കുന്ന രാഷ്ട്രീയ വർഗത്തിൻ്റെ അടിമകളായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ഡോക്ടർ ബി അശോക് IAS. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പിണറായി വിജയൻ്റെ കലി മുഴുവൻ ചില IAS ഉദ്യോഗസ്ഥരോടാണ്, പ്രത്യേകിച്ച് ബി അശോകിനെ പോലെയുള്ളവരോട്. പറയാനുള്ളത് മുഖത്ത് നോക്കി നട്ടലുയർത്തി പറഞ്ഞു. അതാണ് അശോകിനോടുള്ള പിണറായി വിജയൻ്റെ കലിപ്പ്. രാജാവ് നഗ്നനാണ് ഇത് പിണറായിയുടെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞ IAS ഉദ്യോഗസ്ഥനെ ഈ ഭരണകാലയളവിൽ നെടുനീളെ ആക്രമിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു. എന്നാൽ അപ്പോഴൊന്നും ബി അശോക് എന്ന IASകാരൻ പതറിയില്ല. അടിമകളാകാതെ ഇങ്ങനെ തലയുയർത്തി കാര്യങ്ങൾ പറയണമെന്ന് അശോകിനോട് ജനങ്ങൾ പറഞ്ഞു. അദ്ദേഹം പിണറായിയുടെ മുന്നിൽ നട്ടലുയർത്തി നിൽക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥനായി മാറി. എലിയെപ്പോലെ കാലങ്ങളോളം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സിംഹമായി ഒരു ദിവസമെങ്കിലും കഴിയുന്നതാണ്. കഴിഞ്ഞ ഭരണകാലയളവിൽ വീർപ്പുമുട്ടി സെക്രട്ടേറിയറ്റിനുള്ളിൽ ചടഞ്ഞിരിക്കാതെ ബി അശോക് IAS പിണറായി വിജയനോട് പലതും തുറന്നു പറഞ്ഞു. ആർജവമുള്ള ഒരു IASകാരൻ്റെ മുന്നിൽ ഏത് ഭരണാധികാരിയുടെയും മുട്ടിടിക്കും. അതാണ് പിണറായി വിജയനും സംഭവിച്ചത്. സെക്രട്ടേറിയറ്റിനുള്ളിലെ ഇരുണ്ട മുറികളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പല ഫയലുകളുടെയും കോപ്പി ഒരുപക്ഷെ അശോക് എന്ന IAS ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുണ്ടാവും. എല്ലാ പണിയും നോക്കി, എന്നിട്ടും അശോക് IAS ഒരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല. അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു, സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ഭയപ്പെടുത്തുന്നു. മരിക്കാൻ ഭയമില്ലാത്തവൻ എന്തു പേടി എന്ന് ചോദിക്കുന്ന ബി അശോക് IAS ഒടുവിൽ പിണറായി വിജയനെ വെള്ളം കുടിപ്പിച്ചു. പോകുന്നതിന് മുൻപ് പിണറായി വിജയൻ കലിയങ്ങ് തീർത്തു. ബി അശോകിന് ഒരു സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു. എന്നാൽ കളിക്കുന്നത് സിംഹത്തോടാണ് എന്ന് പിണറായി വിജയൻ മറന്നുപോയി. തൊട്ടു പിന്നാലെ ആ സസ്പെൻഷൻ ഓർഡർ 4ആയി മടക്കി കീറി ചവറ്റുകുട്ടയിലെറിഞ്ഞ് അശോക് പറഞ്ഞു, എത്ര വേണമെങ്കിലും സസ്പെൻഡ് ചെയ്തോളൂ. കേരളം ഇപ്പോൾ കാണുന്നത് തികച്ചും പിണറായി വിരുദ്ധതയാണ്. ഇന്നലെ ബി അശോകിന് സസ്പെൻഷൻ ഉത്തരവ് നൽകിയതിന് തൊട്ടു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. LDF സമ്പൂർണ്ണ ഔട്ട്. ബി അശോക് എന്ന IAS ഉദ്യോഗസ്ഥനോട് ദിവസം കഴിയും തോറും കേരളത്തിൻ്റെ ആദരവ് കൂടി വരുന്നു. ഇതുപോലെ വേണം ഉദ്യോഗസ്ഥരെന്ന് പലരും അദ്ദേഹത്തോട് പറയുന്നു. അതെ, ഇന്നലെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ബി അശോക് IAS പറഞ്ഞു, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പരാജയപ്പെട്ട മുഖ്യമന്ത്രി അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ഭരണത്തെ ഇത്രത്തോളം കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ല, ഒരു മാധ്യമ പ്രവർത്തകന് പോലും. അത്രയേറെ ആർജവത്തോടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി അശോക് IAS കളത്തിലിറങ്ങി. പിണറായിയുടെ ഓരോ വങ്കത്തരവും അദ്ദേഹം പൊളിച്ചടുക്കി. മലയാളി വാർത്ത സ്റ്റുഡിയോയിലെത്തിയ ഒരു ദീർഘ അഭിമുഖം അദ്ദേഹം ഞാനുമായി നടത്തിയിരുന്നു. അഭിമുഖത്തിൽ ഫാസിസ്റ്റ് ഭരണത്തെ നിശ്ചിതമായി അദ്ദേഹം വിമർശിച്ചു. ഫാസിസം എന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷൻ പോലും ലഭിച്ചത്. സസ്പെൻഷന് പിന്നാലെയും സംസ്ഥാന സർക്കാരിനെതിരെ തുറന്ന വിമർശനവുമായി ബി അശോക് കളം നിറഞ്ഞതോടെ ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും തോറ്റോടുകയാണ്. നടപടിക്കെതിരെ കോടതിയിലേക്കോ ട്രിബ്യൂണലിലേക്കോ ഇപ്പോൾ പോകില്ല. സർക്കാർ ഏറ്റുമുട്ടി തന്നോട് പരാജയപ്പെട്ടപ്പോഴുള്ള പ്രതികാരമാണ് ഇപ്പോൾ കാട്ടുന്നത്. ആ പ്രതികാരമാണ് സസ്പെൻഷൻ നടപടി. സസ്പെൻഷൻ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കട്ടെ എന്നാണ് ബി അശോക് പറഞ്ഞത്. സസ്പെൻഷൻ തള്ളിക്കളഞ്ഞു. പുതിയ സർക്കാർ വരുമ്പോൾ ശരിയാക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പുതിയ സർക്കാർ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് ബി അശോക് പറയുന്നു. പിന്നെ എന്തിനാണ് ഇതുപോലൊരു പൊട്ട സസ്പെൻഷൻ? പോകുന്ന പോക്കിന് ശത്രുവിന് നേരെ വെടിയുതിർത്തതാണ് സസ്പെൻഷൻ നടപടിയെന്ന് ബി അശോക് പറഞ്ഞു. സർക്കാരിന് സ്തുതിപാടി നിൽക്കാൻ തന്നെ കിട്ടില്ല. IAS അസോസിയേഷൻ നൽകിയ 5 കേസിലും സർക്കാർ പരാജയപ്പെട്ടു. തുടർ ഭരണത്തിലെത്തിയില്ല. കാലാവധി തീരാൻ 4 ദിവസം മുൻപ് ഇവിടെ ആരും മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. കാവൽ മന്ത്രിസഭയ്ക്ക് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ശിവശങ്കർ IAS കൊള്ളാവുന്ന ഓഫീസറായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ നയിച്ചത് പ്രാപ്തിയില്ലാത്ത ഉദ്യോഗസ്ഥർ. അനർഹരായ പലരും പദവികളിലിരുന്നു. ചട്ടവിരുദ്ധമായാണ് ഉന്നത ഉദ്യോഗസ്ഥർ പദവികളിലിരിക്കുന്നത്. KM എബ്രഹാം ബാഹ്യ അധികാര കേന്ദ്രമായി ഈ കാലഘട്ടത്തിൽ വളർന്നു. ചീഫ് സെക്രട്ടറിയെ പോലും ഇപ്പോൾ നിയമിക്കുന്നത് KM എബ്രഹാമാണ്. ബി അശോകിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ പതറുകയാണ് ഈ സർക്കാർ.
തുടർഭരണം ഉറപ്പാക്കാൻ 6 മാസമായി ഉദ്യോഗസ്ഥ കോക്കസ് സജീവമായി പ്രവർത്തിക്കുന്നു. IAS ഉദ്യോഗസ്ഥരടങ്ങിയ കോക്കസിനെ നയിക്കുന്നത് കിഫ്ബി ചെയർമാനാണ് എന്നും ബി അശോക് പറഞ്ഞു. കടമെടുത്ത കിഫ്ബി ഫണ്ട് PR-നായി ഉപയോഗിച്ചു എന്നും അശോക് കുറ്റപ്പെടുത്തുന്നു. 130 കോടിയുടെ PR ജോലികളാണ് ഇവിടെ നടന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 75 കോടിയായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കിഫ്ബി നേരായ ദിശയിലല്ല. ഫണ്ട് ക്രമക്കേടുകൾ യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ ഉത്തരവാദികളായവർക്കെതിരെ നടപടികൾ എടുക്കണമെന്ന സൂചനയാണ് ബി അശോക് നൽകുന്നത്. ചോദ്യങ്ങളില്ലാത്ത അടിമകളെ സൃഷ്ടിക്കുകയാണ് സർക്കാരെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വാഴ്ത്തുപാട്ടുകളെ ആസ്വദിക്കുകയാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അടിമകളായി കാണുകയാണ് എന്നും ബി അശോക് പച്ചയ്ക്ക് പറഞ്ഞു. കാലാവധി കഴിഞ്ഞ് ഈ സർക്കാരിൻ്റെ ഉത്തരവ് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് ബി അശോക് കുതിക്കുന്നു. നേരത്തെ കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരെ നിയമിക്കാവൂ എന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധി സമ്പാദിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ മണ്ടയ്ക്ക് കൊടുത്തത് ബി അശോക്. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും നിയമനങ്ങളുമൊക്കെ അനർഹമായി നടത്തരുത് എന്ന് കേന്ദ്ര ട്രിബ്യൂണൽ ഉത്തരവ് നൽകി. കേഡർ തസ്തികകളിൽ നിലവിൽ തുടരുന്ന IAS ഇല്ലാത്തവർ സ്ഥാനമൊഴിയണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. ഇത് സർക്കാരിൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്ഥാനനഷ്ടത്തിന് കാരണമായി. ഇതോടെ പിണറായി വിജയന് തീർത്താൽ തീരാത്ത ചുരുക്കായിരുന്നു ബി അശോകിനോട്. ഡോക്ടർ ബി അശോകിനെ തുടർച്ചയായി സർക്കാർ സ്ഥലം മാറ്റി ഉത്തരവുകൾ ഇറക്കി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അതേ സമയത്തായിരുന്നു അശോകിൻ്റെ തിരിച്ചടി. കേഡർ തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നിയമനം നൽകാവൂ എന്ന ട്രിബ്യൂണൽ ഉത്തരവോടെ സർക്കാർ പൂർണ്ണമായും വെട്ടിലായിരുന്നു. ഏപ്രിൽ 9 വോട്ടർമാർ പുറത്താക്കിയ ഒരു സർക്കാരിൻ്റെ ഉത്തരവ് താൻ വകവയ്ക്കുന്നില്ല എന്ന് ബി അശോക് പറയുമ്പോൾ എത്രമാത്രം ദുർബലമാണ് ഈ ഭരണകൂടം എന്ന് മനസ്സിലാക്കുക. വിവരക്കേടിൻ്റെ വലിയ വിഡ്ഢിത്തങ്ങൾ നിറഞ്ഞ കഥകളാണ് പിണറായി സർക്കാരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നിലവിൽ സൈനികക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അശോക്. യുവജനക്ഷേമ വകുപ്പിൻ്റെ അധിക ചുമതലയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിലും ഏപ്രിലുമായി വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബി അശോക് സർക്കാരിനെതിരെ പരാമർശങ്ങൾ നടത്തി എന്നാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. ഭരണഘടനാ പദവിയിലിരുന്ന് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും ലേഖനങ്ങളുമൊക്കെ പരിശോധിച്ചതിൽ നിന്ന് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നു എന്ന് കണ്ടെത്തിയെന്നൊക്കെയാണ് ഉത്തരവ്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാൻ തക്ക വിധമുള്ള പ്രസ്താവനകൾ ബി അശോക് നടത്തി. സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, ഭരണനിർവഹണ പ്രക്രിയകൾ, ഭരണപരമായ വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങളും അദ്ദേഹം നടത്തിയത്രേ. എന്നാൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്ന ബി അശോക് തൻ്റെ നിലപാടിൽ തെല്ലു മാറ്റം വരുത്തുന്നില്ല. സസ്പെൻഷൻ ഓർഡറിൽ കാരണം വ്യക്തമാക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏപ്രിൽ 9 വോട്ടർമാർ പുറത്താക്കിയ സർക്കാരിൻ്റെ ഉത്തരവ് കാര്യമാക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇമാതിരി പല ഊള നടപടികളും പിന്നീട് അവർക്ക് തന്നെ വിനയായി മാറാറുണ്ട്. ബി അശോകിനെതിരെയുള്ള ഈ നടപടിയും പിണറായി സർക്കാരിൻ്റെ വലിയ വിനയായി തീരും. സംഗതി മൂർഖൻ പാപ്പാണ്. ഇനി തിരിഞ്ഞുകൊത്തിയില്ലെങ്കിൽ ഭാഗ്യം. കിഫ്ബിയിൽ നടന്ന ധൂർത്തും അഴിമതിയുമൊക്കെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയ സർക്കാരിൻ്റെ മുൻപാകെ ബി അശോക് കൊണ്ടുവരും. അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടം അനുസരിച്ച് മാത്രമേ കേരളത്തിൽ IAS കേഡർ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചത് അശോകിൻ്റെ പോരാട്ടങ്ങളാണ്. ഇത് സർക്കാരിന് വലിയ മനക്ലേശമുണ്ടാക്കി. പിണറായി വിജയനെ ഉഡായിപ്പ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ബി അശോകിനെയും നമ്മൾ കണ്ടു. പിണറായി വിജയൻ്റെ അറിവില്ലായ്മയും ധാർഷ്ട്യവുമൊക്കെ അദ്ദേഹം പല അഭിമുഖങ്ങളിലും സൂചനയോടെ പറഞ്ഞു. തുടർഭരണം വ്യക്തികളിലും കക്ഷികളിലുമൊക്കെ ഫാസിസ്റ്റ് മനോഭാവം ഉണ്ടാക്കും, വോട്ടർമാർ ജാഗ്രത പാലിക്കണമെന്ന് നേരത്തെ ബി അശോക് നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പിണറായി വിജയനെ മാത്രമല്ല ആഭ്യന്തര വകുപ്പിനെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നു. നിലവിലെ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ജനവിധിയാണ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞു. വെറും കാവൽ മന്ത്രിസഭ ഇറക്കിയ ഒരു ഉത്തരവ് എന്തിനാണ് താൻ പാലിക്കുന്നതെന്ന് പിണറായിയോട് തിരികെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നു. ഇനി പിണറായി വിജയനും ആ മന്ത്രിസഭയിലെ വലിയ മൂത്ത മന്ത്രിമാർക്കുമെതിരെയുള്ള നീക്കങ്ങൾ ബി അശോക് തന്നെ തുടങ്ങിവെക്കും. സെക്രട്ടേറിയറ്റിനുള്ളിലെ പല ഫയലുകളുടെയും കോപ്പി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടാകും എന്ന ഭയമാണിപ്പോൾ പിണറായിക്ക്. പുതിയ ഭരണത്തിൽ ഒരു കീ പോസ്റ്റിൽ ബി അശോക് എത്തും എന്നുറപ്പാണ്. അങ്ങനെയെങ്കിൽ പണി പാഴ്സലായി കിട്ടും. അഭൂതപൂർവമായി 21 വിദഗ്ധമായിട്ടുള്ള അന്ന് നിലവിലിരുന്ന വികസന സാഹചര്യം, അതായത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുള്ള സാഹചര്യവും സാമൂഹ്യ സാഹചര്യവും വിദഗ്ധമായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി 47% വോട്ടും 99 സീറ്റ് സംഘടിപ്പിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്
തൻ്റെ സിദ്ധികൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തുകൊണ്ട് കൈമോശം വന്നിരിക്കുന്നു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 24 ശേഷം അദ്ദേഹത്തിൻ്റെ വ്യക്തിഗത വിശ്വാസ്യതയിലും ഈ LDFിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മൈനോറിറ്റീസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വായിച്ച ഒരു ജനവിഭാഗത്തിലും SC കമ്മ്യൂണിറ്റികളിൽ ഉള്ള വ്യത്യാസം ഒഴിച്ച് LDFിലേക്ക് വോട്ടർമാർ ആകർഷിതരായി എന്ന് കാണുന്നില്ല. അത് ജനങ്ങൾ വായിച്ചെടുത്തിരിക്കുന്നത് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ ഒരു ജനവഞ്ചനയായിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മൈനോറിറ്റീസ് എന്തുകൊണ്ട് 21-ൽ നിന്നും അകന്നു പോയിരിക്കുന്നു? 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കണ്ടെത്തിയ കൂട്ടുകെട്ടുകൾ, അദ്ദേഹം ഡൽഹിയിൽ ഹിന്ദുവിന് നൽകിയ പ്രസ്താവനയിൽ വരുത്തിയ നയംമാറ്റം, മലപ്പുറം സംസ്ഥാനത്തെ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസിന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ 24-ലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറിയത് മൈനോറിറ്റീസ് തീർത്തും അവിശ്വാസത്തോടു കൂടിയും ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടുമാണ് കണക്കാക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വിശ്വാസം നേടാനായിട്ട് ഒടുവിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം, അതിനിടയിൽ കൂടി ഭൂരിപക്ഷ സമുദായത്തെ ഒട്ടേറെ ഇപ്പോൾ NDAയിലേക്ക് നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും വികർഷിച്ചിട്ടുള്ളത് എന്താണ്? പ്രധാനമായിട്ടും ശബരിമല ക്ഷേത്രത്തിൽ തങ്ങൾ തന്നെ നിയോഗിച്ച 3 ഭരണസമിതികൾ പട്ടപ്പകൽ അവിടുത്തെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നിയമനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഈ ചരിത്രത്തിലില്ലാത്ത വിധ ശബരിമല കൊള്ള എൻ്റെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് വിശ്വാസികളോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഉള്ള ഒരു സഹകരണ ബാങ്ക് കൊള്ള ചെയ്തതുപോലെ കൊള്ള ചെയ്തെങ്കിൽ കൊള്ള ചെയ്തു, അത് ഹൈക്കോടതി നോക്കിക്കൊള്ളും എന്ന സമാധാനത്തിലാണ് അവസാനിപ്പിച്ചത്. വെൻ യു ഹാവ് ടു ടെൻഡർ ആൻ അപ്പോളജി, അതുപോലും നൽകാതെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിക്കെതിരായി വെറുപ്പിച്ചെടുത്തതിൻ്റെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി അത് വിട്ടുകളയൂ. ഈ വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തൻ്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിങ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായൊരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു. ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എൻ്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെൻറ്റിൽ കണ്ടിട്ടില്ല. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെൻറ് ഇല്ല എന്നുള്ളതാണ് സത്യം.